രാവിലെ ദൈവവചനത്തിന്റെ മുൻപിൽ നമുക്ക് കടന്നു വരാനായിട്ട് കർത്താവ് നമ്മളെ അനുവദിച്ചല്ലോ എന്നോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബാക്കി വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 22, 23 അവസാന ഭാഗം. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം പ്രതിഫലം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഏത് പ്രവൃത്തികൾ നമ്മൾ ചെയ്താലും ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു റിസൾട്ട് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാതെ നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യാറില്ല എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അത് ഒരുപക്ഷെ പണമാകാം, അതല്ലെങ്കിൽ ഒരു പ്രൊമോഷനാകാം, അതല്ലെങ്കിൽ ഒരു അഭിനന്ദനമാകാം, അതല്ലെങ്കിൽ ഒരു അംഗീകാരത്തിന്റെ വാക്കുകളാകാം, അതല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ട പാരിതോഷികങ്ങളാകാം. എന്തെങ്കിലും ഒരു നല്ല വാക്കെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് മറിച്ച് ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരും ഇനി ഡിവൈസിലില്ല എന്നാണ് എൻ്റെ ചിന്ത. എന്നാൽ ഞാൻ ഈ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ നല്ലത് പ്രവർത്തിച്ചാലേ നല്ലത് കിട്ടൂ. നല്ലത് പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം നന്മയായിരിക്കും, ആ കാര്യത്തിന് സംശയമില്ല. നന്മ പ്രവർത്തിച്ചിട്ട് തിന്മ പ്രതിഫലമായി കിട്ടില്ല, കിട്ടാൻ പാടില്ല, കിട്ടുന്നത് ശരിയുമല്ല. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ സാധാരണ സംഭാഷണത്തിൽ നമ്മൾ പറയും, ഞാൻ അവനെ എന്തെല്ലാം പ്രകാരം സഹായിച്ചതാണ്, പക്ഷെ അവൻ എനിക്ക് നേരെ തല തിരിച്ച് ചെയ്തു, എനിക്ക് ദോഷം ചെയ്തു. ഞാൻ അവന് നന്മ ചെയ്തു, നന്മയ്ക്ക് ദോഷം ചെയ്തു. എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ കൈക്ക് ഭയങ്കര കട്ടാണ്. കട്ടെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആർക്ക് വായ്പ കൊടുത്താലും തിരിച്ചു തരലെന്ന് തന്നെയല്ല, അവസാനം ആ ബന്ധം അങ്ങ് മുറിഞ്ഞു പോകും. അതാണ് എൻ്റെ രീതി എന്ന്, എൻ്റെ കാര്യമല്ല, അപ്പച്ചൻ്റെ കാര്യം അപ്പച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കൊടുക്കാനില്ല, ഇനി ആർക്കെങ്കിലും കൊടുത്താൽ സ്ഥിതി അതാണ്. നന്മ ചെയ്യാനായിട്ട് നമ്മെ മടുപ്പിക്കും ഈ സാഹചര്യങ്ങൾ. ഒരാൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്താൽ പോലും തിരിച്ച് നമുക്ക് ലഭിക്കുന്നത് തിന്മയാണ് എന്ന് ഒരിക്കലെങ്കിലും പറയാത്തവർ ഇതിനകത്ത് കാണുമോ എനിക്കറിയില്ല. ആർക്ക് ഗുണം ചെയ്താലും നമുക്കൊരു ഗുണമില്ല എന്നെങ്കിലും നമ്മൾ പറഞ്ഞു പോകും. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഒരു കാരണവശാലും നന്മയുടെ പ്രതിപകരം എന്ന് പറയുന്നത് തിന്മയല്ല. നന്മയ്ക്കൊരിക്കലും തിന്മയല്ല പ്രതിഫലം. നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നന്മ തന്നെയാണ്. നന്മയുടെ പ്രതിഫലം അനുഗ്രഹമാണ്, അതല്ലാതെ ഒരിക്കലും തിന്മയല്ല. കാരണം നമ്മളൊരു വൃക്ഷം നട്ടാൽ ആ വൃക്ഷത്തെ ആദ്യമുണ്ടാകുന്ന ഫലം എന്താണോ അതാണ് ആ വൃക്ഷം. നന്മ എന്ന് പറയുന്ന വൃക്ഷത്തിൽ നന്മയല്ലാതെ പിന്നെ എന്ത് ഫലം കായ്ക്കാൻ? മാവ് നട്ടാൽ മാങ്ങയല്ലാതെ അതിന് ചക്ക പറിക്കാൻ പറ്റുമോ? നമ്മൾ വിതയ്ക്കുന്ന വിത്ത് എന്താണോ അതല്ലേ നമുക്ക് കൊയ്യാൻ പറ്റൂ. അതിന്റെ ഫലം ഒരിക്കലും മറിച്ചല്ല, മറ്റൊന്നല്ല. അപ്പോൾ പിന്നെ ചോദിക്കും, പിന്നെ ഇതെന്താണ്? അനുഭവത്തിൽ ഇങ്ങനെയാ. ഞാൻ ഒരിക്കൽ UAE ചെല്ലുമ്പോൾ എൻ്റെ അടുക്കൽ വന്ന എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം,
ഇവിടെ നിന്ന് ജോലിയില്ലാതെ വിഷമിച്ച തന്റെ സഹോദരപുത്രനെ ജോലിക്ക് വേണ്ടി അവിടെ കൊണ്ടുപോയി ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു. ജോലി കിട്ടിയതിന് ശേഷം അധികമൊന്നും ബന്ധപ്പെടാറില്ല. മെല്ലെ അതിന്റെ ഗ്ലാമറൊക്കെ അങ്ങ് കുറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു പ്രധാനപ്പെട്ട കേസിൽ ചെന്ന് ചാടി, ജയിലിലായി. ഏതെങ്കിലും വിധത്തിൽ പുറത്തു കൊണ്ടുവരണം. നാട്ടിൽ നിന്നുള്ള സമ്മർദ്ദമായി, സ്വന്തം ഹൃദയത്തിലും ആ സ്നേഹം നിമിത്തം സമ്മർദ്ദത്തിലായി. പക്ഷെ ഇവന്റെ കയ്യിൽ പണമില്ല. ഇവൻ അതിനു വേണ്ടി പാസ്പോർട്ട് പണയം വെച്ച് കുറെ പണം വാങ്ങിച്ചു, സ്വന്തം പാസ്പോർട്ട്. അവനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. കേസൊക്കെ മാറിപ്പോയി. അതിനുശേഷം ഇവന്റെ പാസ്പോർട്ട് പണയത്തിലാണ്. ഇവൻ പുറത്തു വന്ന് കുറച്ചു കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അവൻ ഒരു നല്ല ജോലിയിൽ പ്രവേശിച്ചു വീണ്ടും. പക്ഷെ അതിനുശേഷം ആ ബന്ധം പൂർണ്ണമായിട്ട് അകന്നുപോയി. അവൻ പറഞ്ഞു, നിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പാസ്പോർട്ട് പണയം വെച്ചത് എടുക്കാൻ പണമില്ല മോനെ, നീ എന്നെ ആ കാര്യത്തിൽ സഹായിക്കണം, അവരവരുടെ കാര്യം അവരവർ നോക്കിക്കൊള്ളണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ അവന്റെ ജങ്ക് പൊട്ടിപ്പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. ഇവൻ ബാധ്യതയിലായി. ഇതൊരിക്കലും നന്മയുടെ ഫലമല്ല. നന്മ വിതയ്ക്കാൻ കയ്യിൽ വിത്തുള്ളവനെ നന്മ വിതയ്ക്കൂ. തിന്മ ഹൃദയത്തിലുള്ളവർക്ക് തിന്മയല്ലാതെ നന്മ വിതയ്ക്കാൻ കഴിയില്ല. പക്ഷേ നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയുമാണ് പ്രതിഫലം എന്നുള്ള കാര്യം വിസ്മരിക്കേണ്ട. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ അവസാന പാരഗ്രാഫ് നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക. 12-ാം അധ്യായം തന്നെ വായിക്കുക. ഒരു 21 കാര്യങ്ങൾ ആ ഭാഗത്ത് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന്റെ അഭേദ്യമായ, ഒഴിവാക്കാൻ കഴിയാത്ത, നമ്മൾ ചെയ്യുന്ന, നമ്മൾ ചെയ്യേണ്ട, നമ്മളെ ക്രിസ്ത്യാനിയാക്കുന്ന ചില നന്മപ്രവൃത്തികളുടെ നീണ്ട ഒരു ലിസ്റ്റ് നമുക്കവിടെ കാണാം. ദൈവമക്കളെ, ആ പ്രവൃത്തികൾ നമ്മിൽ നിന്ന് പുറത്തു വരാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊരുത്തൻ നമുക്ക് തിന്മ ചെയ്യുന്നതിലേക്ക് ശ്രദ്ധാപൂർവം കാത്തിരുന്നാൽ നമുക്ക് ആർക്കും നന്മ ചെയ്യാൻ കഴിയില്ല. നമുക്ക് നന്മയ്ക്കുള്ള പ്രതിഫലം നമുക്ക് കിട്ടുകയും ഇല്ല. നമ്മളെ കരയിപ്പിക്കുന്നവരാണ് മിക്കവാറും നമുക്ക് ചുറ്റുമുള്ളത്. ഒരു എൽക്കാനയുടെ ഒരു ഭവനത്തിൽ ഒരു പെനീനയുണ്ട്, ഒരു ഹന്നയും ഉണ്ട്. ചിരിപ്പിക്കുന്ന ഹന്നയും കരയിപ്പിക്കുന്ന പെനീനയും ഉള്ളതാണ് നമ്മുടെ ജീവിതം. ഈ രാവിലെ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കാണാം, എന്നെ കരയിപ്പിക്കുന്നവരാരാണ്, എന്നെ സന്തോഷിപ്പിക്കുന്നവരാരാണ്. ഞാൻ കടന്നു പോകുന്ന എൻ്റെ വ്യക്തിപരമായ ആത്മീക ശുശ്രൂഷയിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനം ഇതാണ്. പലപ്പോഴും ദാവീദിനെ ശപിക്കാനായി കടന്നു വന്ന ശിമിയെ കുറിച്ചുള്ള പ്രതികരണം. ശിമയി ദാവീദിന്റെ പിറകെ നടന്ന് ഊഴി വാരിയിട്ട് നീജ പോന്ന് പറഞ്ഞ് അവനെ നിന്ദിച്ചു, അവനെ ഒത്തിരി പരിഹസിച്ചു. അപ്പോ ദാവീദിന്റെ പട്ടാളക്കാരിൽ സേനാനായകനായിട്ടുള്ള ഒരുവൻ ദാവീദിനോട് പറഞ്ഞു, ഞാൻ കേട്ട് ഞാൻ നമ്മുടെ ഡയലോഗിൽ പറയാ, കേട്ട് മടുത്തു, ഇറങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാണ്, ഇനി വയ്യ, ഞാൻ ചെന്ന് അവനെ കുത്തിക്കളയട്ടെ എന്ന് ദാവീദിനോട് ചോദിക്കുകയാണ്. അപ്പൊ ദാവീദ് പറയാ, ഒന്നും ചെയ്യണ്ട, അവനെ ദൈവം നിയോഗിച്ചിരിക്കുന്നതാണ് എന്നെ ശപിക്കാൻ, എന്നെ കുത്താൻ എന്നോർത്താ മതി. ദൈവമക്കളെ, നമ്മളെ കുത്താനും നമ്മളെ നോവിക്കാനുമായി
നമുക്ക് ചുറ്റും ചില ജീവിതങ്ങളുണ്ട്. അവനെ കൊന്നുകളഞ്ഞാൽ പിന്നെ ആരാ കർമ്മം ചെയ്യും? നമ്മളെ കരയിപ്പിക്കാൻ ചില പെനീനമാർ നമ്മുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുണ്ട്, നമ്മുടെ സംഘടനയിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്. എവിടെയെങ്കിലുമൊക്കെ കാണും. തക്ക സമയത്ത് അത് വെളിപ്പെട്ടു വരും. പക്ഷെ ഒരു കാര്യം, നമ്മളൊരു പെനീനയാകരുത്. ഇത് നമുക്കറിയാമായിരിക്കെ നമ്മളൊരു പെനീനയാകരുത്. നമ്മൾ ആരെയും കരയിപ്പിക്കാതിരിക്കാനുള്ള ദൈവകൃപ രാവിലെ ഈ ഡിവൈസ് ഓപ്പൺ ചെയ്തിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോ, ദൈവമേ, ഇന്ന് ഞാനായിട്ട് ആരെയും കരയിപ്പിക്കാൻ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് കേൾക്കാലോ അല്ലേ? ഓക്കെ. കർത്താവേ, ഇന്ന് പകൽക്കാലം എനിക്ക് ആരെയും കരയിപ്പിക്കാൻ സംഗതി വരരുതേ എന്ന് പ്രാർത്ഥിച്ചോളണം. ഞാൻ ആ ഭാഗം വിടട്ടെ. പ്രവൃത്തിക്ക് പകരമുണ്ടാകും. നന്മ ചെയ്താൽ നന്മ, തിന്മ ചെയ്താൽ തിന്മ. സകല പ്രവൃത്തികളെയും കണക്കിൽ നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. ഇനി അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോഴും നമുക്ക് അതിന്റെ വിശദീകരണം കുറേയും കൂടി നമുക്ക് ലഭ്യമാകും. അപ്പോ നമ്മുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ഞാൻ ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും, ഏതുപദേശമാണ്? ഇസബേലിന്റെ ഉപദേശം. ഇസബേലിന്റെ ഉപദേശം എന്താണ്? മറ്റുള്ളവരെ തെറ്റിക്കാനുള്ള ഉപദേശം. പ്രവാചകനാണ്. ദുർനടപ്പ് ചെയ്യാത്തവർക്ക് ഒരിക്കലും ഒരു ആത്മീകനായിരിക്കാൻ കഴിയില്ല എന്ന നീചമായ ഉപദേശം. വളരെ എളുപ്പമാണത്. ആ ഉപദേശം കൈക്കൊള്ളാത്ത ചിലർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട്. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ഇരിക്കുന്ന തുയദ്ധയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എന്താണ് സാത്താന്റെ ആഴങ്ങൾ? സാത്താന്റെ ആഴങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും സാത്താൻ തീർക്കുന്ന ചതിക്കുഴികളാണ്. സാത്താന്റെ ആഴങ്ങൾ, ചതിക്കുഴികൾ. കണ്ടാൽ നമുക്കത് ഒരിക്കലും സാത്താൻ തീർത്തതാണെന്ന് തോന്നില്ല. വീണ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. വീഴാൻ വളരെ എളുപ്പമാണ്, കയറാൻ വലിയ ഭാരമാണ്. ചതിക്കുഴികൾ. ഇങ്ങനെ തീർക്കുന്ന ചില ചതിക്കുഴികളുണ്ട്. ഞാനത് ഒന്നുകൂടി അങ്ങ് ക്ലിയർ ആക്കി പറഞ്ഞാൽ, പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിന് വലിയ ഭക്തിസാന്ദ്രമായ ലക്ഷണങ്ങളായിരിക്കും. ഭക്തി നിറഞ്ഞതായിരിക്കും നമ്മൾ പുറമെ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ കാഴ്ചയിൽ അത് ഭക്തിയാണെങ്കിലും അത് അഭക്തിയുടെ മൂർത്ത ഭാവമാണ്. എല്ലാം ആത്മീയമല്ല, ആത്മീയമാണെന്ന് നമുക്ക് തോന്നും. ദൈവമക്കളെ, ചില വ്യർത്ഥമായ പാരമ്പര്യങ്ങളുണ്ട്, അർത്ഥശൂന്യമായ പാരമ്പര്യങ്ങളുണ്ട്, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത പാരമ്പര്യങ്ങളുണ്ട്. കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം ഭക്തിയുടെ ഒരു മാർഗങ്ങളാണെന്ന്. അനേകർ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീണുപോകുകയാണ്. സാത്താൻ തീർക്കുന്ന ചതിക്കുഴികൾ. അതിനെ തിരിച്ചറിയാനും അതിൽ നിന്നും മാറിപ്പോകാനുമുള്ള ഏക മാർഗം നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന വേദപുസ്തകമാണ്. ദൈവവചനം പഠിച്ച് വചനപ്രകാരം, വചനം പഠിച്ചാലേ നമുക്ക് അതനുസരിച്ച് വഴി മനസ്സിലാക്കാൻ പറ്റും.
വചനം പഠിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും, ഉറപ്പാണ്. വചനം പഠിക്കാത്തവന്റെ കണ്ണിന് കാഴ്ചയില്ല, അവൻ തെറ്റിയിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെന്റ് പോൾസ് മിഷനിലായിരിക്കുമ്പോ വണ്ടി വാങ്ങിച്ചിട്ട് വടക്കേ ഇന്ത്യക്ക് ഒരു യാത്ര പോയി. ഞങ്ങൾ 10 പേരുണ്ട്. ആർക്കും ഒരു മണ്ണാങ്കട്ട അറിയാൻ പാടില്ല. അറിയാമെന്ന് എന്തെങ്കിലും ഭാവം ഉണ്ടെങ്കിൽ അത് എനിക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാനാണ് വഴി പറഞ്ഞു കൊടുക്കുന്ന ആള്. ഗൂഗിൾ ഒന്നുമില്ല ആ കാലത്ത്. വഴി തെറ്റിയതിന് കണക്കില്ല. കാരണം എന്താണെന്നറിയാമോ? വഴി പറഞ്ഞു തരുന്നവനും വഴി അറിയാൻ പാടില്ല. നമ്മൾ ചെന്ന് വഴി ചോദിക്കുന്നവന് വഴി അറിയില്ലെങ്കിൽ അവൻ വഴി അറിയില്ല എന്ന് ഒരിക്കലും പറയില്ല. അത് ഈ വടക്കേ ഇന്ത്യൻസിന്റെ ഗുണമാണെന്നൊക്കെ പിന്നീട് മനസ്സിലാക്കണേ. അവരൊരിക്കലും ഒരു കാര്യം നോ പറയില്ല. അവർക്ക് അറിയില്ല എന്ന് അവരൊരു കാര്യം പറയില്ല. എല്ലാം അവർ ചെയ്യും. ആജി ആജി എന്ന് തന്നെ പറയുള്ളൂ. അവർക്ക് അതേ പറയാൻ അറിയാവൂ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അവർ പറഞ്ഞു തരുന്ന വഴിക്ക് നമ്മൾ 10-15 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ആണ് ആ വഴി തെറ്റായിരുന്നു മനസ്സിലാകുന്നത്. 75 കിലോമീറ്റർ ഒക്കെ പോയി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ ഞെരുങ്ങാൻ കാരണം, നമ്മൾ ഞെരുങ്ങാൻ കാരണം നമുക്ക് വഴി അറിയില്ല. വഴി നോക്കാൻ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ മാപ്പിൽ NH എന്ന് എഴുതിയിരിക്കുന്ന വഴി നോക്കിയാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവവചനമെന്ന വഴി പറഞ്ഞു തരുന്ന ആളത്വപരമായ ആ വചനത്തോട് നമ്മൾ ഇടപഴകാതെ ശരിയായ വഴി ആര് പറഞ്ഞു തരാനാ? മത്തായി പറയുന്ന വഴിക്കും, യോഹന്നാൻ പറയുന്ന വഴിക്കും, തിരുമേനി പറയുന്ന വഴിക്കും, അച്ഛൻ പറയുന്ന വഴിക്കും, പാസ്റ്റർ പറയുന്ന വഴിക്കും നടന്ന് ജീവിതം തൊലയ്ക്കരുത്. പോകാനുള്ള വഴി പറഞ്ഞു തരാൻ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ നിങ്ങൾ നോക്കണം. വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിലെ കണ്ണ് തുറന്ന് 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 വരും. അതാണ് മാർഗം. ദൈവവചനത്തിന്റെ ആഴങ്ങൾ സാത്താന്റെ ആഴങ്ങൾ, ദൈവത്തിന്റെ ആഴങ്ങൾ അനുഗ്രഹത്തിന്റെ ആഴങ്ങളാണ്. ദൈവവചനത്തിന്റെ സമർത്ഥമായ പാതകളാണ് ദൈവത്തിന്റെ ആഴങ്ങൾ. സാത്താന്റെ ആഴങ്ങൾ ചതിക്കുഴികളാണ്. എന്തുമാത്രം ദൈവമക്കളാണ് ഈ ചതികളിൽ വീണ് കിടക്കുന്നറിയാം. ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത്, ഞാൻ ആ വാക്ക് പറയാ, ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് മതഭക്തിയാണ്. ഈ മതഭക്തി അതൊരു അന്ധതയാണ്. അതൊരു വല്ലാത്ത കെട്ടാണ്. അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതെല്ലാം ദൈവവചനത്തിന് അടിസ്ഥാനവും ഇല്ലാതെ നിന്നു. അവനവന്റെ കാര്യം അവനവൻ നോക്കിക്കൊള്ളണം. ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ വക്കാലത്ത് പറയാൻ ആരും ഉണ്ടാവില്ല. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ആരെയും പ്രതീക്ഷിക്കണ്ട. ഇന്ന് നമ്മൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ദൈവസന്നിധിയിൽ ഒരു മഹാപുരോഹിതനുണ്ട്. നമ്മൾ ചെയ്യുന്ന സകല പാപത്തിനും വക്കാലത്ത് പറയാൻ സ്വർഗത്തിൽ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. എന്ത് തെറ്റ് ചെയ്താലും അവൻ നമ്മുടെ ലീഡറാണ്. നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരുത്തൻ അവിടെയുണ്ട്. അതുകൊണ്ടാ നമ്മളൊക്കെ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരാനുള്ളതിന്റെ കാരണം. അപ്പോ സാത്താന്റെ ആഴങ്ങൾ 2:28 വാക്യം കൂടി ഞാൻ ഇങ്ങനെ വായിക്കട്ടെ. എങ്കിലും നിങ്ങൾക്ക് ഞാൻ വരും വരെ
നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. കർത്താവിന്റെ വരവ് വരെ സഭയ്ക്കുള്ള, ഇവിടെ ഒരു ദോഷമേ തുയധൈര്യ സഭയെ കുറിച്ച് പറയുന്നുള്ളൂ. ഇസബേലിനെ സഹിക്കുന്നു, ഇസബേലിനെ വഹിക്കുന്നു, ഇസബേലിന്റെ ഉപദേശം കൈക്കൊള്ളുന്ന ഏറെ പേർ അതിനകത്തുണ്ട് എന്നതാണ് അവരെ സംബന്ധിച്ചുള്ള തിന്മയായി പറയുന്നത്. എന്നാൽ അവർക്കുള്ള ധാരാളം നന്മകളുണ്ട്. ആ നന്മയെ നിങ്ങൾ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജയിക്കുന്നവൻ എന്ത് കൊടുക്കും? ഒന്ന്, ഞാൻ അവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെയുള്ള അധികാരം. എന്താണ്? സഭയുടെ നാഥനായ കർത്താവിന് പിതാവായവൻ കൊടുത്ത അധികാരം സാത്താനെ ജയിക്കാനുള്ള അധികാരമാണ്. പാപത്തെ ജയിക്കാനുള്ള അധികാരമാണ്. സാത്താന്റെ തലയെ തകർത്തിയ അധികാരമാണ്. പാമ്പുകളെയും തേളുകളെയും സകലവിധ അശുദ്ധിയെയും ശാസിക്കാനും വിടുവിക്കാനുമുള്ള അധികാരമാണ്. രോഗികളെ സൗഖ്യമാക്കാനുള്ള അധികാരമാണ്. തിന്മകളുടെ മേൽ ജയിക്കാനുള്ള അധികാരമാണ്. എന്റെ പിതാവ് എനിക്ക് തന്നിട്ടുള്ള സകല അധികാരങ്ങളും അവന്റെ വചനത്തെ പിടിച്ചുകൊള്ളുന്നവർക്ക്, വചനപ്രകാരം ജീവിക്കുന്നവർക്ക് ഞാനത് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയ്ക്കും. അവൻ കുശവന്റെ പാത്രം പോലെ നുറുങ്ങിപ്പോകും. എന്താണ് പിതാവായ ദൈവം പുത്രന് കൊടുത്ത അധികാരം? സകല ജാതികളെയും മേയ്ക്കാനുള്ള അധികാരമാണ്, ഭരിക്കാനുള്ള അധികാരമാണ്. ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. ആ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും എന്ന് പറയുന്നത് സഭയുടെ നാഥനായ കർത്താവ് അവരെ മേയ്ക്കും. സഹസ്രാബ്ദ വാഴ്ച കാലത്ത് യെരുശലേമിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് സകല ജാതികളെയും വഴങ്ങിക്കൊടുക്കാത്ത അധികാരമാണ് ഇരുമ്പ് കോൽ, ഇരുമ്പ് ദണ്ണ്. അധികാരത്തിന്റെ ദണ്ണ് വഴങ്ങാത്തതാണ്, വളയാത്തതാണ്, വഴങ്ങിക്കൊടുക്കാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത ആ അധികാരത്തിന്റെ ചെങ്കോൽ കൊണ്ട് മേയ്പ്പാനുള്ള, ഭരിപ്പാനുള്ള അധികാരം കർത്താവിന് കൊടുത്തിട്ടുണ്ട്. ഒരു നാളിൽ ആ അധികാരം അവൻ ഉപയോഗിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആ അധികാരം ഒരു നാളിൽ കർത്താവ് തന്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ നിന്ന് 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കും. എന്നെ എന്റെ പിതാവ് ഏൽപ്പിച്ച അധികാരം അവന്റെ മക്കളായ നമ്മൾക്കും തരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അധികാരം നൽകപ്പെടും. അത് നമുക്ക് ദൈവം തരുന്ന ഒരു പദവിയാണ്. കുശവന്റെ പാത്രം പോലെ ബലഹീനമായതെല്ലാം നുറുങ്ങിപ്പോകും, തകർന്നു പോകും. കുശവന്റെ പാത്രം പോലെ നുറുങ്ങുമെന്ന് പറയുന്നത് ദുരുപദേശങ്ങളും സാത്താന്റെ ആഴങ്ങൾ ഒന്നൊന്നായി തട്ടി തകർക്കും എന്ന് സാരം. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രഭാതത്തിൽ തെളിഞ്ഞ് ശോഭിക്കുന്ന വീനസ് നക്ഷത്രത്തെയാണ് ഉദയ നക്ഷത്രം എന്ന് പറയുന്നത്. ശുക്ര നക്ഷത്രം. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ശൂന്യാകാശത്തിലേക്ക് നോക്കിയാൽ നല്ല പ്രഭയോടെ കാണുന്ന നക്ഷത്രമാണ് ശുക്ര നക്ഷത്രം. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വീനസ് എന്ന് പറയും ആ ശുക്ര നക്ഷത്രം. ഉദയ നക്ഷത്രം എന്ന് അതിനെ വിളിക്കും. ആ ഉദയ നക്ഷത്രം പ്രഭാതത്തിൽ തെളിഞ്ഞ് ശോഭിക്കുന്ന ഉദയ നക്ഷത്രം പോലെ ഞാൻ അവനൊരു ശോഭ കൊടുക്കും. വിശുദ്ധന്മാരുടെ ശോഭ ഞാൻ അവന് കൊടുക്കും. ക്രിസ്തുവിനോടുകൂടി കഷ്ടം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്ന മഹത്വത്തെയാണ് ഇവിടെ ഉദയ നക്ഷത്രം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്.
AD 606 മുതൽ 1516 വരെയുള്ള കാലയളവിനെയാണ് തുയഥൈര കാലയളവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദുരുപദേശങ്ങളെല്ലാം, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പെർഗേമോസ് സഭയുടെ ദൂതനെ കുറിച്ച് എഴുതിയപ്പോൾ ഒരു 10 കൂട്ടം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. സഭയിലേക്ക് നുഴഞ്ഞു കയറി വന്ന ദുരുപദേശങ്ങൾ, അങ്ങനെ ദുരുപദേശങ്ങൾ അതിന്റെ അർത്ഥത്തിലും വളർന്നു പന്തലിച്ച കാലഘട്ടമാണ് AD 606 മുതൽ 1516 വരെ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, 606 മുതൽ 1516 വരെയുള്ള വർഷങ്ങളെയാണ് തുയഥൈര കാലയളവ്, സഭയുടെ തുയഥൈര കാലയളവ് എന്ന് പറയുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.